കണ്ഠരര് രാജീവൻ എൻ്റെ ബന്ധു ആയതുകൊണ്ടല്ല, അദ്ദേഹത്തെ പരിചയമുള്ളത് കൊണ്ടല്ല, ഒരു അയ്യപ്പ വിശ്വാസിയായിട്ട് നിന്നുള്ള ഒരു നിലപാട് മാത്രമാണ് ഈ കാര്യത്തിലുള്ളത്. നാളെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ജസ്റ്റിസ് രാജാ വിജയരാഘവൻ്റെ, ജസ്റ്റിസ് ജയകുമാർ സാറിൻ്റെ ബെഞ്ച് തന്ത്രിക്കെതിരെ നിലപാടെടുക്കുകയാണെങ്കിലോ ഒബ്സർവേഷൻസ് പറയുകയാണെങ്കിലോ തന്ത്രിയെ തള്ളിപ്പറയാൻ യാതൊരു മടിയും യാതൊരു സങ്കോചവും ഉണ്ടാവില്ല. രണ്ടാമത്തെ കാര്യം, കീഴ്ശാന്തിയായിട്ടല്ല, അവിടെ പരികർമ്മിയായിട്ടും അല്ലെങ്കിൽ കീഴ്ശാന്തിയുടെ സഹായമായിട്ടാണ് ആദ്യം വന്നത്. 2007 ജലഹള്ളിയിൽ നിന്നാണ്, അല്ലെങ്കിൽ ബാംഗ്ലൂരിലെ ജലഹള്ളി അമ്പലത്തിൽ നിന്നാണ് വന്നതെന്നാണ് ലഭ്യമായ വിവരമുള്ളത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയമുള്ളത് ഒരു ക്രിമിനൽ കുറ്റമല്ല. പകരം ഉണ്ണികൃഷ്ണൻ പോറ്റി 2019 ജൂലൈ 19-നും 20-നും അടക്കം അവിടെ നിന്ന് സ്വർണം എടുത്തുകൊണ്ട് പോയി അതിൽ നിന്ന് അടിച്ചു മാറ്റിയതാണ് ആരോപണത്തിന്റെ അടിസ്ഥാനം. അതിൽ തന്ത്രിക്ക് എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ? 3 കാര്യങ്ങൾ സൂചിപ്പിക്കാം. 9 ഇടക്കാല വിധിന്യായങ്ങളുണ്ട് ഹൈക്കോടതിയുടെ. ഒന്നിൽ പോലും തന്ത്രിക്കെതിരെ നെഗറ്റീവ് പരാമർശമില്ല. 2 അഡ്മിനിസ്ട്രേറ്റീവും ആചാരപരമായ കാര്യങ്ങളാണ് എപ്പോഴും ഒരു അമ്പലത്തിലുള്ളത്. അങ്ങേക്ക് അറിയുന്നത് പോലെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളുടെ പരമാധികാരി ദേവസ്വം ബോർഡും ആചാരപരമായ കാര്യങ്ങളുടെ പരമാധികാരി തന്ത്രിയുമാണ്. യഥാർത്ഥത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് വീഴ്ചയ്ക്കാണ് ആചാര കാര്യങ്ങളിൽ അധികാരമുള്ള തന്ത്രിയെ അറസ്റ്റ് ചെയ്തത്. യഥാർത്ഥത്തിൽ റിമാൻഡ് റിപ്പോർട്ട് വൈരുദ്ധ്യവും ദുർബലവുമല്ലേ? തന്ത്രി ദേവന്റെ അനുമതി ചോദിച്ചില്ല, ആചാര കാര്യങ്ങൾ ലംഘിച്ചു എന്നൊക്കെ പറഞ്ഞ് തന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നത് ഫ്ലിംസി ആൻഡ് ഫ്രിവലസ് ഗ്രൗണ്ട് അല്ലേ? യഥാർത്ഥത്തിൽ ശ്രീ അരുണും ശ്രീ ശ്രുതിജിയും അടക്കമുള്ള അവിടുത്തെ ആൾക്കാരൊന്നും, അല്ലെങ്കിൽ ആൻഡോ സാറും അടക്കം ഞെട്ടിക്കാണില്ലേ യഥാർത്ഥത്തിൽ ഇതാണോ തന്ത്രിക്കെതിരെയുള്ള ആരോപണമെന്ന്?